കെ രമ MLA ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി കെ രമ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്? സർക്കാരിനുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? അതെ, ഈ കേസ് തുടക്കം മുതലേ അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നത്. കുടുംബത്തിന് കൊടുത്ത ഒരു ഉറപ്പും പാലിക്കപ്പെട്ടെന്ന രൂപത്തിലല്ല അന്വേഷണം പോയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് കേസ് എത്തുകയോ അന്വേഷണം എത്തുകയോ ചെയ്തില്ല. ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടുവന്നത്. ഇത് ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. നവീൻ ബാബുവിന്റെ മരണം ദുരൂഹമായ മരണമാണ്. അത് അന്വേഷിക്കണം. ആ തരത്തിലേക്കുള്ള ഒരു അന്വേഷണവുമോ നടപടികളോ സർക്കാരിന്റെയോ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുകയല്ലാതെ അന്വേഷണത്തിൽ അത് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഏറ്റവും നല്ല തീരുമാനമാണ്. അത് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിക്കണമെനി. CBI അന്വേഷണം കൊണ്ടുവന്ന് എന്താണ് ഇവിടെ നടന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് നവീൻ ബാബു മരിച്ചത്, എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് കണ്ടെത്തണം. അത് തെളിയിക്കപ്പെടണം. അതിനുവേണ്ടി ആ തരത്തിലുള്ള അന്വേഷണം കൊണ്ടുപോകണം. ഇത്രയും പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരു വിഷയം, ഇത്രയും രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവം എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അലംഭാവം കാട്ടുന്നത്? രമ, താങ്കൾ എന്ത് കരുതുന്നു? അല്ല, അത് നമുക്കറിയാലോ. സർക്കാർ കണ്ണൂരിലെ CPM-മായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അത് ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട അപ്പം ദിവ്യ എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല. ദിവ്യ മറ്റ് ചില ആളുകൾക്ക് കൂടി വേണ്ടിയാണ് ആ സംസാരം അന്ന് അവിടെ സംസാരിച്ചതും യാത്രയപ്പ് യോഗത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചതും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പാർട്ടി അത് ചെയ്യാതിരിക്കുമോ? നമുക്കതറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് തന്നെ ഈ രണ്ട് നിലപാടുകളുണ്ടോ? കണ്ണൂർ CPM നിലപാട്, പത്തനംതിട്ട CPM ഒരു നിലപാട്, ഒപ്പം റവന്യൂ വകുപ്പിന് മറ്റൊരു നിലപാട്, അങ്ങനെയാണോ? അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടതല്ലേ. പത്തനംതിട്ടയിലെ പാർട്ടി കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയും, ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യും എന്ന് നിരന്തരം പറയുകയും അതേ അവസരത്തിൽ കണ്ണൂരിലെ പാർട്ടി പ്രതികൾക്കൊപ്പം നിൽക്കുകയും നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ ജില്ലാ സെക്രട്ടറി ജയരാജൻ ഉൾപ്പെടെ നടത്തിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ പാർട്ടിക്ക് രണ്ട് നയമാണ്, രണ്ട് നിലപാടാണ്. അപ്പോൾ സർക്കാർ ഏത് നിലപാടിനൊപ്പമാണ്? സർക്കാർ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ? ഈ CBI അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ അവശേഷിക്കുകയാണ്. ഈ രണ്ട് നിലപാടുമായി ബന്ധപ്പെട്ട് ഇരട്ടത്താപ്പാണ് CPM-ന് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും ഇത് CBIക്ക് വിട്ട് യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. ശ്രീമതി കെ രമ, മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ് ഈ വാർത്ത കൂടുതൽ സജീവമായി നിന്നിരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ സജീവമായി തന്നെ വാർത്താമാധ്യമങ്ങൾ വിഷയം കൈകാര്യം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു കുടുംബത്തിനൊപ്പം ഉണ്ടാകും, ഈ വിഷയത്തിൽ ഒരു അലംഭാവം കാട്ടില്ല, കുറ്റക്കാർക്കെതിരെ ആരായാലും കർശന നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ റവന്യൂ വകുപ്പ് ഇതിൽ കാര്യമായ അന്വേഷണം നടത്തി മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകി. നവംബർ 1 നൽകിയ റിപ്പോർട്ടാണ്. 3 ആഴ്ചക്കാലമായി ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായി കേട്ടാൽ മതിയോ? അത് ഉറപ്പാണല്ലോ. തീർച്ചയായിട്ടും അത് ഇലക്ഷന്റെ ഭാഗമായിട്ട് ആണല്ലോ അത് നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണുള്ളത്. അത് ആ സമയത്തുള്ള ചില കാര്യങ്ങൾ നീക്കുപോക്കുകൾ മാത്രമാണ്. അതിൽ ഒരു ആത്മാർത്ഥതയുമില്ല. അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അതുകൊണ്ടാണ് പ്രശാന്ത് ബാബുവിനെ ചോദ്യം ചെയ്യാതിരുന്നത്. ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്തില്ല. കലക്ടർ എടുത്തുന്ന മൊഴിയെടുത്തിട്ടില്ല. മറ്റ് സംഗതികൾ CCTV പരിശോധിച്ചിട്ടില്ല, ഫോണ് പരിശോധിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന്റെ കാരണം അതാണല്ലോ. തീർച്ചയായും നന്ദി കെ രമ പ്രതികരണത്തിന്.